ഇതാ നമ്മുടെ നാട്ടിലും വന്നിട്ടോ ഓപ്പൺ ജിം. ഇത് എവിടാണെന്നല്ലേ? താനാളൂർ പഞ്ചായത്തിൽ ദേവദാർ സ്കൂളിനടുത്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ദേവദാർ റെയിൽവേ പാലത്തിൻ്റെ ടോൾ ബൂത്തിൻ്റെ അടുത്തുനിന്ന് പഴയ റോട്ടിലൂടെ നേരെ റെയിലിൻ്റെ അങ്ങോട്ട് വന്നാൽ മതി. നമ്മളെ SMUP സ്കൂളിൻ്റെ മുമ്പിലായിട്ടാണ് കഴിഞ്ഞ ദിവസം മുതൽ ഓപ്പൺ ജിം പൊതുജനങ്ങൾക്കായിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ റോഡ് സൈഡിലായിട്ട് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് മെഷീനുകളൊക്കെ സ്ഥാപിച്ച് പെയിൻ്റൊക്കെ ചെയ്ത് ചിത്രങ്ങളൊക്കെ വരച്ച് ആകെ കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ നടക്കാനായിട്ട് ഇറങ്ങുന്നവർക്കൊക്കെ നടക്കാനായിട്ട് ഇങ്ങോട്ട് വരാം. ഇവിടെ ഈ റോട്ടിൽ സ്വസ്ഥമായിട്ട് നടക്കാനും പറ്റും. കൂട്ടത്തിൽ ഇവിടെ കയറി ചെറുതായിട്ടൊക്കെ എക്സസൈസും ചെയ്ത് ശരീരമൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് പോവാം. നടത്തം മാത്രമല്ല കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ശരീരത്തിന് കൂടുതൽ എഫേർട്ട് കൊടുക്കുന്ന, കൂടുതൽ ഗുണം കിട്ടുന്ന ഒരുപാട് എക്സസൈസുകളുണ്ട്. അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മെഷീൻസാണ് ഈ കാണുന്നതൊക്കെ. രാവിലത്തെ നടത്തത്തിൻ്റെ കൂടെ ഇവിടെ ഒന്ന് കയറി ചെറുതായിട്ട് എക്സസൈസൊക്കെ ചെയ്താൽ അത് ശരീരത്തിന് കൂടുതൽ ഗുണം ചെയ്യും. ഞാനിവിടെ വന്നത് വൈകുന്നേര സമയമാണ്. ഇപ്പോൾ ഇവിടെ നിറയെ കുട്ടികളാണ്. സ്കൂൾ വിട്ട സമയമായിട്ടാവും. കുട്ടികൾ കയറിയിട്ടാണ് ഇവിടെയൊക്കെ കളിക്കുന്നത്. എന്തായാലും അവരും ചെറുപ്പത്തിൽ ഇതൊക്കെ ചെയ്ത് പഠിക്കട്ടെ. ആരോഗ്യത്തിനും കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സ്ട്രെങ്ത് വർദ്ധിക്കാനും ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനൊക്കെ ഇത്തരം വ്യായാമങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് സഹായകമായിരിക്കും. സംസ്ഥാന കായിക വകുപ്പാണ് ഇവിടെ ഈ ഓപ്പൺ ജിം നിർമ്മിച്ചിട്ടുള്ളത്. പലതരത്തിലുള്ള എക്യുപ്മെൻറ്റുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വിവിധ രീതിയിൽ വ്യായാമം ചെയ്യുന്നതിന് 15ഓളം എക്യുപ്മെൻറ്റുകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. കൃത്യമായ പരിചരണവും കൃത്യമായ ഇടവേളയിലുള്ള മെയിൻ്റനൻസും ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാണുന്ന വൃത്തിയും പുതുമയൊക്കെ നമുക്ക് എന്ന് നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ വരുന്ന ഓരോരുത്തരും അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഓപ്പൺ ജിം നമ്മുടേതാണെന്നും അത് നമുക്ക് വേണ്ടിയാണെന്നും അത് സംരക്ഷിക്കേണ്ടത് നമ്മളാണെന്നുമുള്ള ബോധ്യം ഇവിടെ വരുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ആരോഗ്യ പ്രശ്നങ്ങളും ജീവിതശൈലി രോഗങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ സമയത്ത് വ്യായാമത്തിനും അതിലൂടെയുള്ള ആരോഗ്യ പരിചരണത്തിനുമുള്ള പ്രാധാന്യം എത്രമാത്രം വലുതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവസരങ്ങളില്ലാത്തതും സമയക്കുറവും ആരോഗ്യ സംരക്ഷണം വേണ്ടവിധം ഗൗരവത്തിലെടുക്കാത്തതുമാണ് മിക്ക ആളുകൾക്കും വ്യായാമം ചെയ്യുന്നതിനുള്ള തടസ്സമായി പറയാറ്. നമ്മുടെ നാടുകളിലുള്ള ഇത്തരം സൗകര്യങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം സംരക്ഷിച്ചു നിർത്താനായി സാധിക്കും. ഹൃദയത്തിൻ്റെയും പേശികളുടെയും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിലൂടെ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും നമുക്ക് തടഞ്ഞു നിർത്താനും നിയന്ത്രിക്കാനും സാധിക്കും. വ്യായാമത്തെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. 40കൾ പിന്നിട്ട് ജീവിതശൈലി രോഗങ്ങൾ പിടിമുറുക്കുമ്പോഴാണ് പലപ്പോഴും പലരും വ്യായാമത്തിലേക്ക് കടന്നു വരുന്നത് തന്നെ. അപ്പോഴും രാവിലെ എഴുന്നേറ്റ് നടക്കുക എന്നതിനപ്പുറത്തേക്ക് അധികമാരും ചിന്തിക്കാറില്ല. ഭക്ഷണ നിയന്ത്രണവും വ്യായാമവും 40കൾ കഴിഞ്ഞതിന് ശേഷം ചിന്തിക്കേണ്ട കാര്യമല്ല. അതിനെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയണം. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് വ്യായാമം. നമ്മുടെ പ്രദേശങ്ങളിലുള്ള ഇത്തരം ഇടങ്ങൾ സന്ദർശിക്കുന്നത് ഒരുമിച്ച് മുന്നേറാൻ നമ്മെ സഹായിക്കും.